ഈ ഗൈസ് നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഒരു ഷൂട്ടിന് ഫോട്ടോഷൂട്ടിന് പോകാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ നേരത്തെ സനുവിനെ പിക്ക് ചെയ്ത് വിളവാരം വണ്ടി എടുക്കാൻ പോവുകയാണ്. അവൻ്റെ ഒരു ചെരുപ്പ് തൂക്കി പിന്നെ മുണ്ടും എല്ലാവരും കണ്ടില്ലേ ഗൈസ്, ഒരേപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ട് ഇനി നമ്മൾ പോകുന്നു എവിടെ കുറച്ച് വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട്. രാവിലെ ചെറിയ 2-3 ഷൂട്ട് കഴിഞ്ഞായിരുന്നു. ഇനിയിപ്പോൾ ക്യാമ്പുണ്ട്, ക്യാമ്പ് കഴിഞ്ഞിട്ട് ആ സമയത്ത് ഇടാൻ വേണ്ടിയിട്ടാണ്. ഇനി വിഷുവൊക്കെ വരില്ലേ ഗൈസ്, അപ്പോൾ ഇവന് വിഷുവിന് ഷൂട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഇതോ ഗൈസ് വണ്ടി ഇവിടെ ഇരിക്കുന്നു, ട്രൈപോഡ് താക്കോലെൻ്റെ ഇവിടെ ഇരിക്കട്ടെ ഗൈസ്. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കാൻ ഗൈസ്, ചെറിയ ഇടുങ്ങിയ വഴി കൂടെ കുറച്ച് ദൂരം പോകുമ്പം നമുക്ക് സ്പോട്ടെത്തും ഗൈസ്. കണ്ടില്ലേ ഗൈസ്, ഇടുങ്ങിയ വഴി കൂടെ, ഇടുങ്ങിയ വഴി ഗൈസ്, കാട് റബ്ബർ തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെ യാത്ര. മൊസനഗുടി വഴി വേണ്ട ഗൈസ്, കൊക്ക് ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും ഗൈസ്. പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലം. അതെ അതെ, നല്ല പാട്ടൊക്കെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. ആളില്ലെങ്കിൽ നല്ലതായിട്ട് എടുക്കാം ഗൈസ്, ആളുണ്ടെങ്കിൽ ക്രിഞ്ചാ. അതെല്ലാവരും അങ്ങനെയാണല്ലോ. കണ്ടില്ല ഗൈസ്, നല്ല അടിപൊളി സ്പോട്ട്. മുണ്ട് എടുക്കണം ഗൈസ്, മുണ്ടൊക്കെ എടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഇതിനു മുമ്പ് വാഴ നട്ടുന്നതാണ്, ഇപ്പം അപ്പുറത്ത് മാത്രമേ ഉള്ളൂ. പണ്ട് ഇവിടെയൊക്കെ വന്ന് മീൻ പിടിക്കുമായിരുന്നു ഗൈസ്. ഒരുപാട് നാളായി, ഏകദേശം ഒരു 4 കൊല്ലം വരും ഞാൻ ഇങ്ങോട്ട് വന്നിട്ട്. കോവിഡ് സമയത്ത് ഒക്കെ വന്നതാണ്, മീൻ പിടിക്കുമായിരുന്നു പണ്ടൊക്കെ. കണ്ടില്ല ഗൈസ്, കുറേ നല്ല മാറ്റങ്ങളൊക്കെ ഉണ്ട്. നല്ല വീഡിയോ ക്ലിപ്പ് കിട്ടിയ സെറ്റായിരിക്കും. നല്ല കിടിലൻ സ്പോട്ട് നടത്തുന്ന സ്ഥലത്താണ് പോകണം. വല്ല പാമ്പുംചേരായിട്ട് ഉണ്ടാകും തരും ഗൈസ്. ഇതാണ് സ്പോട്ട്. നമ്മുടെ മുണ്ടെടുത്തോണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ ഗൈസ്, തോട്. ഇതാണ് നമ്മുടെ മെയിൻ സ്ഥലം. ഈ സ്പോട്ടിൽ വന്ന് കുറച്ച് വീഡിയോസ് ഷൂട്ട് ചെയ്യണം. ഞാൻ മുണ്ടെടുത്തു, ചെറിയ തട്ടിക്കുട്ടി പരിപാടി ഗൈസ്. എൻ്റെ മുണ്ട് ഞാൻ എടുത്തു. ഇത് ഇത്ര കോളനി ആയെന്ന് തോന്നണേ. ഇത് അവനും മാച്ചിന് മാച്ച്. ഇനി കുറച്ച് ഷൂട്ട് ചെയ്യണം. എല്ലാം സെൽഫായിട്ട് ഷൂട്ട് ചെയ്യണതാണ്. ട്രൈപോഡുണ്ട്, ട്രൈപോഡ് വെച്ചിട്ട് ആക്ട് ചെയ്യണം. ഇനി ഫുള്ള് ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് കാണാം ഗൈസ്. ഇങ്ങനെ തന്നെടേ, കുറച്ച് ഇറക്കി മാറ്റി അടി പോവൂ. ഓഹോ, ചെളിയാവാതെ വീട്ടിലെത്തിയാൽ നല്ലത്. നൈസായിട്ട് തൂക്കിക്കൊണ്ട് വന്നതാണ്. അവിടെ നിന്ന് ഷോട്ട് എടുക്കും. ആദ്യം 2 പേരുള്ളത് ഷോട്ട് എടുക്കും. ഓക്കെ, അപ്പോൾ കൊടയിട്. കണ്ടില്ല, വിൻറ്റേജ് ലുക്കിന് വേണ്ടിയിട്ട് എന്തൊരു 2 ദിവസം ജിമ്മിൽ പോയതിൻ്റെ കിഴപ്പാണ്. കുഴപ്പമില്ല ഗൈസ്, ഇനി കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോൾ പൊയ്ക്കോളും. ഞാനും പോകണമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നതാണ്. പിന്നെ അവസാനം ഈ NCCയിലെ ക്യാമ്പ് വന്നതുകൊണ്ട് ഞാൻ അടുത്ത മാസത്തേക്ക് വയ്ക്കാന്ന് വിചാരിച്ചു. വിൻറ്റേജ് ലുക്ക് അണ്ണൻ തമ്പി. എന്തായാലും നിങ്ങൾ ഇൻസ്റ്റയിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ കാണും. അത് കഴിഞ്ഞിട്ടായിരിക്കും വ്ളോഗ് വരണത്. ഓക്കെ. ഈ ഗൈസ് അങ്ങനെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് ചെറിയൊരു വീഡിയോ ക്ലിപ്പായിരുന്നു ഗൈസ്. അടുത്തും കോപ്പൊക്കെ കഴിക്കുകയാണ് ഗൈസ്. അപ്പോൾ അവിടെ നല്ല വെയിലല്ല, കൊതു മുഖത്തൊക്കെ കടിച്ചു വെച്ച്. പിന്നെ ഗൈസ് ഇനി വീട്ടിൽ പോകണം. വീട്ടിൽ പോയിട്ട് ഇത് എഡിറ്റ് ചെയ്യണം. എന്തായാലും വിൻറ്റേജ് ലുക്കിനെടുത്തോണ്ടെന്ന് തോന്നുന്നു, നടന്നില്ല. അതെ അതെ, ആ പാട്ടൊക്കെ ഇട്ട് സെറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഇതില്ല. പിന്നെ അവിടെ തോടൊക്കെ ഉണ്ട് കേട്ടോ. തോട്ടത്തിൽ ചെറിയ മീൻ അങ്ങനെയൊക്കെ ഉണ്ട് ഗൈസ്. കണ്ടില്ലേ, വാഴത്തോട്ടം, മരിച്ചിനിത്തോട്ടം, തോട്. ഇവിടെയും തോട്. ഇവിടെ ഒരു ക്ഷേത്രം, അതിൻ്റെ ഫ്രണ്ടിൽ മഠത്തിൽ കോണം, ചീരകൃഷി, കല്ലൊക്കെ ഇടിഞ്ഞ് കിടക്കും. തുച്ഛമായ വിലക്ക് തരും. അതെ അതെ ഗൈസിന് നേരെ പോട്ട്. ഗൈസ്, അപ്പോൾ ഇന്ന് അതായത് ക്യാമ്പിന് പോണ തലേ ദിവസം. അപ്പോൾ ഇന്ന് നമ്മൾ പാക്കിംഗ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നാളെ പള്ളിയിൽ കുരുത്തോല ഞായർ. അപ്പോൾ അവിടെ പോകണമായിരുന്നു, പക്ഷേ ഞായറാഴ്ചയാണ് ക്യാമ്പിൻ്റെ ഫസ്റ്റ് ദിവസം. അപ്പോൾ അങ്ങോട്ട് പോകണം. റിപ്പോർട്ടിംഗ് ടൈം 8:30ക്കാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ഒരു 7:30 ആകുമ്പോഴെങ്കിലും ഇറങ്ങണം. 7:30 ആകുമ്പോഴെങ്കിലും ഇറങ്ങണം.
പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, കൊണ്ടുപോകേണ്ട ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് 2 ക്യാമ്പ് പോയായിരുന്നു. അപ്പോൾ 2 ക്യാമ്പിലും ആവശ്യമില്ലാതെ കുറേ ഡ്രസ്സ് വറക്കിയൊക്കെ കൊണ്ടുപോകായിരുന്നു. അപ്പോൾ എന്തായാലും ഇപ്പം ഞാൻ ഷർട്ട് കുറേ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ മഴയൊക്കെ ഇല്ലേ, അപ്പോൾ ഉണങ്ങിയൊന്നുമില്ലെന്നാണ് എൻ്റെ ഒരു ഇത്. അതുകൊണ്ട് അങ്ങനെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്താൽ കാണിച്ചു തരാം. പിന്നെ ഫുഡ് ഐറ്റംസ് കുറച്ചെടുത്ത് കാണിച്ചു തരാം. ഇപ്പോൾ ഇത്രയാണ് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. കണ്ടില്ലേ, എല്ലാം ഇവിടെ ഒരു വരിവേന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കാക്കി 8-ലെത്തതും ഇപ്പം വാങ്ങിച്ചതുമുണ്ട്. 8-9-ലുള്ള ഡ്രസ്സാണ് അത്. അപ്പോൾ അതിപ്പം എനിക്ക് കണക്കാണ്. അതും എടുത്ത് വെച്ചിട്ടുണ്ട്, ആവശ്യം വരും ചിലപ്പം, മഴയൊക്കെ ഇല്ലേ അതുകൊണ്ട്. പിന്നെ അതിന് വേണ്ടി ഒരു തൊപ്പി ഇവിടെ ഉണ്ടായിരുന്നു, പിന്നെ ബെൽറ്റ്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച്. ഇത് നമ്മുടെ കോളേജിൻ്റെ പുതിയ ജേഴ്സിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ക്യാമ്പിൽ പോകുമ്പം അതെന്തായാലും ഞാൻ കാണിക്കുന്നുണ്ട്. പിന്നെ മെഡിസിൻ ബോക്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്, ബുക്കും പേന അങ്ങനെ എല്ലാ ചപ്പും ചാവറും എല്ലാം എടുത്തിട്ടുണ്ട്. ഷൂ നാളെ ഇട്ടുകൊണ്ട് പോകേണ്ടതാണ്. പിന്നെ ഇട്ടുകൊണ്ട് പോകേണ്ട വേറെ ഡ്രസ്സും ഉണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ബൂട്ടും അങ്ങനെ കാര്യങ്ങളൊക്കെ. ഇനി ഇതിൻ്റെ അകത്ത് പാക്ക് ചെയ്യണം. ഈ ബാഗ് എടുക്കുന്നുണ്ട്, ആ ചെറിയൊരു ബാഗ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫുള്ള് പാക്ക് ചെയ്യണം, അതാണ് ഇനി അടുത്ത ടാസ്ക്. അപ്പോൾ ഇത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ട് പറ്റുകയാണെങ്കിൽ പള്ളിയിൽ പോയി നോക്കാം. കുരുത്തോലൊക്കെ ഞായറല്ലേ, അപ്പോൾ നാളെ പോകാൻ പറ്റില്ല. ഇനി ഒരു 10 ദിവസം പോകാൻ പറ്റില്ല. ഈസ്റ്റർ, ദുഃഖവെള്ളി, പെസഹവ്യാഴം എല്ലാം ഈ ക്യാമ്പിൻ്റെ അകത്താണ്. അത് ക്രിസ്ത്യൻസിനെ സംബന്ധിച്ചൊരു ഇതാണ്. എന്തായാലും നോക്കട്ടെ ഗൈസ്, അവിടെ നിന്ന് ഔട്ട് പാസ് വെച്ച് ഇറങ്ങാൻ പറ്റുമെങ്കിൽ ഞാൻ ഈസ്റ്ററിൻ്റെ തലേന്ന് ഞാൻ ഇറങ്ങും. അപ്പോൾ ഏതായാലും പള്ളിയിൽ പോകണമെന്നുണ്ട്. അപ്പോൾ ഇത് ഫുള്ള് ഞാൻ പാക്ക് ചെയ്യട്ടെ. ഗൈസ്, കുറച്ച് നേരത്തെ പരിശ്രമത്തിന് ശേഷം ഫുള്ള് പാക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്തും കുറച്ച് സാധനങ്ങളുണ്ട്. പിന്നെ അവസാനം ഇനി കുറച്ച് സാധനങ്ങൾ നമുക്ക് കൊണ്ടുപോകാനുണ്ട്. അത് കഴുകി ഇട്ടിരിക്കുകയാണ്. മഴ ആണെങ്കിൽ വീണ്ടും പണി കിട്ടി. അത് ഉണങ്ങിയിട്ട് എവിടെയെങ്കിലുമൊക്കെ എടുത്ത് കയറ്റണം. അപ്പോൾ ഇനി നമുക്ക് നേരെ പള്ളി പോകാം ഗൈസ്. അങ്ങനെ ജോഷി പണിയെടുക്കാൻ പോകുന്നു ഗൈസ്. മുട്ട അടിച്ച് അല്ല, അവന്റെ ആരെങ്കിലും വീഡിയോ കാണുമായിരിക്കും. പുൽക്കോട് ചെയ്ത മെയിൻ മേശിലാണ് മുട്ട അടിച്ച് നിൽക്കുന്നത്. ഇതാ കാര്യം ഇത്. ഓ, ഈ പോലീസൊക്കെ പോണു. കുരുത്തല്ല. കയറുണ്ടോ? കയറിട്ടിട്ടുണ്ടോ? ഇത് താന്നിറങ്ങി അവിടെ ഇതടിച്ചില്ല. ആ സൈഡ് കേട്ട് കേട്ട് കണ്ണാടിയും കൂടെ വെച്ചപ്പോഴാണ് ലെവലായത്. വിനീഷ് കെട്ട്. വിനീഷ് നിനക്ക് മുട്ടയടിക്കണ്ട്. കുരുത്തമല്ല നീ പേടിക്കണവരെ ആരറിയണ്. വഴിച്ചിറക്കായിരുന്നു അന്ന് വീഡിയോ ആണായിരുന്നു. വഴിച്ചിറക്കി തന്നെ. പിന്നെ സീറോ ആയിട്ട് അടിച്ചാണ് ഈ സൈഡ്. ടീ ടൈം കട്ടൻ മിച്ചാർ മുട്ട മിച്ചാർ തിന്നുകണ്ടി ഗൈസ്. എല്ലാം ബിനോയിലച്ചാർ. ബിനോയിലച്ചിട്ട് അതെ അതെ. പിന്നെ ഫ്ലാഷ് അടിക്കുക. ക്യാമറ നോക്ക്, ക്യാമറ നോക്കുക. ഇറച്ചിക്കുന്നു അതല്ല, അത് 2 സൈഡിൽ കണ്ട. ഈ ഗൈസ് അപ്പോൾ അവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ നേരത്തെ ഇറങ്ങിയായിരുന്നു. അവിടെ ഇപ്പോഴും പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് നേരത്തെ കിടന്നിട്ട് നാളെ രാവിലെ എണീക്കാനുള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇങ്ങ് വന്നായിരുന്നു. അപ്പോൾ പറ്റുകയാണെങ്കിൽ ഇന്ന് എനിക്കൊരു വീഡിയോ കൂടി എഡിറ്റ് ചെയ്തിട്ടാണ് കിടക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു ചെറിയൊരു വ്ളോഗ് ഇത്രേ ഉള്ളൂ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പോൾ നാളെ നമ്മൾ
പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വ്ളോഗ് എന്തായാലും ഉണ്ടാകും. സോ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു കിടിലം വ്ളോഗ് വരുന്നവർ എല്ലാവർക്കും ഗുഡ് ബൈ.